ആധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ കളിയായിരുന്നു. ഒരു 18 വയസ്സുകാരൻ മൊറോക്കൻ പ്ലെയർ, 18 വയസ്സുകാരൻ അയ്യൂബ്. നമ്മൾ ഇന്നലെ ബ്രസീലിന്റെയും മൊറോക്കോയുടെയും കളി കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു മിഡ്ഫീൽഡ് എന്നൊന്നും പറഞ്ഞ് അത്രയും കുറച്ച് കളയാൻ പറ്റില്ല. CB തൊട്ടിട്ട് CF വരെ അദ്ദേഹത്തിന്റെ ഈ ഗ്രാഫ് നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും. വേൾഡ് കപ്പിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മൊറോക്കോ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് തന്നെ. ആ ഒരു വ്യക്തി ഇത്രയും വലിയ എക്സ്പീരിയൻസ് ആയ ഒരു ബ്രസീൽ എന്ന് പറയുന്ന ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കളിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യമായിട്ട് ഗ്രൗണ്ടിൽ വലിയൊരു ക്ലബ്ബ് ബേസ് ചെയ്ത് വന്ന ഒരു വ്യക്തിയല്ല, വലിയൊരു ക്ലബ്ബിൽ കളിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ അവിടെ എത്ര എക്സ്പീരിയൻസ് ആയ അക്കീമി, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. എതിർഭാഗത്ത് നിന്ന് വായിക്കുന്ന കാനർപ്പട. ബ്രസീൽ ഇത്രയും വലിയൊരു ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ടീം, ആ ടീമിന്റെ മുന്നിൽ യാതൊരു ഇതുമില്ലാണ്ട് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ആ ഒരു 18 വയസ്സുകാരൻ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, അവനാരെല്ലാം തൂക്കും. അമ്മാതിരി അവന്റെ ഗ്രാഫ്, അതായത് CB മുതൽ CF വരെ അവനുണ്ട്. ആ ഒരു വ്യക്തി പ്ലെയർ ഉണ്ട്. ആ പ്ലെയറിന്റെ മൊത്തം ആധിപത്യം, അത് ഗ്രൗണ്ടിൽ ഫുള്ള് ആ ഒരു വ്യക്തിയുടെ ആധിപത്യം തന്നെ ആയിരുന്നു. അതിൽ നിറഞ്ഞു കണ്ടിട്ട് എല്ലാവരും നോക്കേണ്ട ഒരു വ്യക്തി തന്നെ ആയിരുന്നു ഈ പറഞ്ഞ അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തി. എന്താണെങ്കിലും ഈ വേൾഡ് കപ്പോടുകൂടി ഇതുപോലെ ഒരുപാട് പ്ലേയേഴ്സ് നമ്മൾ കണ്ടു പരിചയമില്ലാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അറിഞ്ഞു പരിചയമില്ലാത്ത ഒരുപാട് പ്ലേയേഴ്സിനെ ഇതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫുട്ബോളിൽ സമ്മാനിക്കുമെന്നുള്ളത്.